ശരി. അപ്പോൾ ഷെയ്ഖ് സാഹിബ്, നമ്മുടെ പാത ഏതാണ് എന്ന് ഷെയ്ഖ് സാഹിബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ക്രൂരമാണ്. കട്ടവൻ്റെ കൈമുറിക്കലും അതുപോലെ തന്നെ വ്യഭിചരിച്ചവന് എറിഞ്ഞു കൊല്ലലും, ഇങ്ങനെയുള്ള ഒരു കാടൻ നിയമം എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങളെ ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ സ്വതന്ത്ര രാജ്യത്ത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചല്ലേ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഇവിടെ പ്രായോഗികമാണോ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുക? യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രം ഭരണം എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഏതാണ്ട് ഇന്ന് കേരളീയ സമൂഹത്തെ മനസ്സിലേക്ക് കടന്നു വരിക ശരീഅത്ത് നടപ്പാക്കാനാണ്. ശരീഅത്ത് നടപ്പാക്കാനാൽ കട്ടോൻ്റെ കൈമുറിക്കുക, വ്യഭിചാരി എറിഞ്ഞില്ല, ഇങ്ങനെയാണ് ആളുകൾ ധരിക്കാറുള്ളത്. ഞാൻ എൻ്റെ യൗവനകാലത്ത് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതാൻ വേണ്ടി ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകനെ കഴിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നല്ല മാതൃക ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെതാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എത്ര ആളുകളുടെ കൈമുറിച്ചു ഞാൻ അന്വേഷിച്ചു. ഒരൊറ്റ ആളെ കൈമുറിച്ചതായും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കട്ടവരെ വെറുതെ വിട്ടൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹാത്തിബിൻ അബീബൽത്തയുടെ ഭൃത്യന്മാർ മുസൈന ഗോത്രക്കാരുടെ ഒട്ടകം മോഷ്ടിച്ചു. അതിനെ അറുത്ത് തിന്നു. അവർക്ക് നമ്മുടെ നാട്ടുകാരി വലിയ അഴിമന്തിയൊന്നും അറിയില്ല. ആകെ ഒരു ഒട്ടകത്തെ കക്കുക, അതല്ലെങ്കിൽ അളന്നു കൊടുക്കുമ്പോൾ കുറച്ച് കുറവ് വരുത്താം, അളന്നെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാം, തൂക്കുമ്പോൾ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുക. ഈ ജാതി ചെറിയ ചെറിയ അഴിമതി അവർക്ക് അറിയുമായിരുന്നുള്ളൂ. അല്ലാതെ 1,76,000 കോടി രൂപയുടെ സ്പെക്ട്രം അഴിമതി അതൊന്നും അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആദർശത്തിന് വേണ്ടി അഴിമതി, ആദർശ ഫ്ലാറ്റ് അഴിമതി, അതും അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് അവർ കോമൺവെൽത്ത് അഴിമതി, ഇതൊന്നും അവർക്ക് നിശ്ചയമല്ല. അവർക്ക് ചെറിയൊരു സംഭവം, ഒരൊട്ടകത്തെ കട്ട് അറുത്ത് നിന്ന് ഉമറിന് മുമ്പിൽ കേസെത്തി. ഉമറിന് വിചാരണ ചെയ്തു. സംഭവം ശരിയാണെന്ന് ബോധ്യമായി. അപ്പോൾ ഉമറിന് ചോദിച്ചു, എന്താ കക്കാൻ കാരണം? അവരോട് പട്ടിണി, ദാരിദ്ര്യം, വിശപ്പ്. അപ്പോൾ ശരിയാണെന്ന് അന്വേഷിച്ചു. ശരിയാണെന്ന് ബോധ്യമായി. ഉടനെ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങൾക്ക് ശിക്ഷയില്ല. കള്ളന്മാരെ വെറുതെ വിട്ട് എല്ലാവരും. എന്നിട്ട് അവിടെ തൊഴിൽദാതാവായിരുന്ന മുതലാളിയായിരുന്ന ഹാത്തിബ് അബീബൽത്തയോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മര്യാദയ്ക്ക് കൂലി കൊടുക്കാത്തതുകൊണ്ടാണ് ഇവരൊക്കെ കെട്ടത്. അതുകൊണ്ട് ശിക്ഷ താങ്കൾക്കാണ്. ഒട്ടകത്തിൻ്റെ ഇരട്ടി വില മുസൈന ഗോത്രക്കാർക്ക് കൊടുക്കണം എന്നാണ്. ഒട്ടകത്തിൻ്റെ ഇരട്ടി വില കൊടുത്തു. അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, 21-ാം നൂറ്റാണ്ടിനോട് അപരിചിതമായ എത്ര മാനവികമായ നിയമമാണിത്. തൊഴിലാളികൾക്ക് മര്യാദയ്ക്ക് കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ തെറ്റ് ചെയ്താൽ ശിക്ഷ മുതലാളിക്ക്. ഇങ്ങനെയായിരുന്നു ഉമറിന് നടപ്പാക്കി. പിന്നെ ഉമറിൻ്റെ കാലത്ത് എത്ര വ്യഭിചാരി എറിഞ്ഞു അതും ഞാൻ അന്വേഷിച്ചു. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു വ്യഭിചരിച്ച പെണ്ണിനെ വെറുതെ വിട്ട കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഉമറിന് മുമ്പിൽ ഒരു വ്യഭിചാരിയെ കൊണ്ടപ്പെട്ട ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു എന്നവർ സമ്മതിച്ചു. മലയാളത്തിൻ്റെ സദസ്സിൽ മലയാളം ചോദിച്ചു, എന്തുകൊണ്ടാണ് വ്യഭിചരിച്ചെന്ന് ചോദിക്കണമെന്നാണ്. വസ്ത്രീയോട് ചോദിച്ചു, എന്താ വ്യഭിചരിക്കാൻ കാരണം? വസ്ത്രീ പറഞ്ഞു, ഞാൻ വളരെ പാവപ്പെട്ടുള്ളത്, വെള്ളം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, എൻ്റെ അയൽവക്കത്തൊരു മുതലാളിൻ്റെ ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ ശരീരം ആവശ്യപ്പെട്ടു, ഞാൻ കൊടുത്തില്ല. രണ്ടാമത് ചോദിച്ചു, അപ്പോൾ ഞാൻ എൻ്റെ ശരീരം ആവശ്യപ്പെട്ടു, അപ്പോഴും കൊടുത്തില്ല. മൂന്നാമത് ചോദിച്ചു, അപ്പോഴും ഞാൻ കൊടുത്തില്ല. വിശപ്പ് കഠിനമായപ്പോൾ, ദാഹം സഹിക്കാൻ കഴിയാതെ നിന്നപ്പോൾ ഞാൻ വഴങ്ങി. അങ്ങനെയാണ് ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടത്. ഉടനെ അലിയല്ലാഹു പറഞ്ഞു, നിർബന്ധാവസ്ഥ ചെയ്യുന്നതിന് കുറ്റമില്ല, അവർ വിടട്ടെ. ഞാൻ വ്യഭിചാരിയായ പെണ്ണിനെ വെറുതെ വിട്ട കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും ജനങ്ങൾക്ക് ലഭിച്ച നന്മ എന്താണ്? അത് സംശയമില്ല. അത് ഞാൻ സൂചിപ്പിച്ചു നേരത്തെ, സാമൂഹ്യനീതി. സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം. അതിൽ ഒന്നാമത്തെ ജീവൻ്റെ സംരക്ഷണമാണ്. കാരണം വിശുദ്ധ പറയുന്നുണ്ട്, ഒമിൻ അജലി ദാലിക കത്ബന അലാ ബനി ഇസ്രായേൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകന്നമാ ഖതൽനാസ് ജമീഅ. ഒരു മനുഷ്യനെ അകാരണമായി കൊല്ലുന്നത് മുഴുവൻ മനുഷ്യനെയും കൊല്ലുന്ന പോലെയാണ്. അതുകൊണ്ട് മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണ്. രണ്ടാമതായി അഭിമാനത്തിൻ്റെ സംരക്ഷണമാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലാ യസ്ഖിർ ഖൗമുൻ മിൻ ഖൗമിൻ അസാൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായേക്കാം. അതിനാലാണ് ഹജ്ജത്തുൽ വദാഇ നബി തിരുമേനി പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹദാ വ കഹുർമത്തി വലദിക്കും ഹദാ വ കഹുർമത്തി ശഹരിക്കും ഹദാ. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് ആദരണീയമാണ്, ഈ നാട് പോലെ, ഈ മാസം പോലെ, ഈ ദിനം പോലെ. അതുകൊണ്ട് ആരും അത് ഹനിക്കാൻ പാടില്ല. അപ്പോൾ സമ്പത്തിൻ്റെ സംരക്ഷണം, അഭിമാനത്തിൻ്റെ സംരക്ഷണം, ജീവൻ്റെ സംരക്ഷണം, വിശ്വാസ്വാതന്ത്ര്യം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മറ്റൊരു നിർബന്ധവുമില്ല. മനുഷ്യാഫലുമിൻ മനുഷ്യാഫലേക്ക് ഇഷ്ടമുള്ള വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ള അവിശ്വസിക്കട്ടെ.
വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വം. മുസ്ലിങ്ങളുടെ മാത്രം ആരാധനാലയങ്ങളുടെ അല്ല, മുഴുവൻ ആരാധനാലയങ്ങളുടെയും. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മർദ്ദകരായൊരു സംഘത്തെ തടയുന്ന മറ്റൊരു സംഘമില്ല എങ്കിൽ, അഥവാ ശാക്തികമായ സന്തുലിതം ഇല്ല എങ്കിൽ, ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ജൂത സനഗോഗുകളും ക്രൈസ്തവ ചർച്ചുകളും മുസ്ലിം പള്ളികളും നശിപ്പിക്കപ്പെടുമായിരുന്നു എന്നും. അപ്പോൾ അവയുടെ സംരക്ഷണം ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ്. അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, പിന്നെ മൗലിക മനുഷ്യാവശ്യങ്ങളുടെ പൂർത്തീകരണം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, വെള്ളം, വെളിച്ചം, ഈ മൗലിക മനുഷ്യാവശ്യങ്ങളുടെ പൂർത്തീകരണം. അതുകൊണ്ടല്ലേ ഖലീഫ ഉമർ റളിയല്ലാഹു പറഞ്ഞത്, യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ആട്ടിൻകുട്ടി പട്ടിണി കിടന്നേത്താൽ ഞാനതിന് ഉത്തരം പറയേണ്ടി വരും എന്ന്. ആ ബോധമാണ് ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ മൗലിക മനുഷ്യാവശ്യങ്ങളുടെ പൂർത്തീകരണം. അതിരുകളില്ലാത്ത സേവനം. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ജീവിച്ചിരിക്കുന്ന കഥാകൃത്ത് ടി പത്മനാഭനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേര് ഖലീഫ ഉമറിൻ്റെ പിന്മുറക്കാരെന്നാണ്. ആ പുസ്തകത്തിൻ്റെ അധ്യായത്തിൻ്റെ രചനയുടെ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം കണ്ണൂർ ജില്ലാക്കാരനാണ്. അദ്ദേഹത്തിന് അയൽവാസി ഉണ്ടായിരുന്നു, ഡോക്ടർ സൈനുദ്ദീൻ. വളരെ നല്ല ഡോക്ടർ, പാവപ്പെട്ടവരെ സൗജന്യമായി ചികിത്സിക്കും. ഒരു ദിവസം ഒരു രോഗിയുടെ ബന്ധുക്കൾ അദ്ദേഹത്തിനടുത്ത് വന്നു, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കാറ് പോവില്ല, ചേറും ചളിയുള്ള വഴിയാണ്. വീട്ടിലെത്തിയപ്പോൾ ഇടിഞ്ഞു വീഴാറായി പഴയ വീട്. രോഗിയെ പരിശോധിച്ചു, മരുന്ന് എഴുതി കൊടുത്തു. അപ്പോൾ രോഗിയുടെ ബന്ധുക്കൾ പൈസ കൊടുത്തു. ഡോക്ടർ വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരുന്ന് കൊടുത്തേക്കാം, രോഗം മാറട്ടെ. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മരുന്ന് മാത്രമല്ല, മരുന്നിനോളം അദ്ദേഹം വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഡ്രൈവർ വശം ആ രോഗിയുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. എറണാകുളത്തായിരുന്ന പത്മനാഭൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സഹോദരി ഈ സംഭവം പറഞ്ഞു. അപ്പോൾ പത്മനാഭൻ പറഞ്ഞു, എൻ്റെ മനസ്സ് കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുപോയി, ഖലീഫ ഉമറിലേക്ക്. എന്നിട്ട് ഉമറിൽ നിന്ന് പാതിരാവിൽ സ്വന്തം തലയിൽ ഗോതമ്പ് മാവ് ചുമന്നു കൊണ്ടുപോയി ഒരു പാവപ്പെട്ട പെണ്ണിന് ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത കഥ മനോഹരമായി വിശദീകരിക്കുന്നു. മലയാള മനോരമയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പതിപ്പിൽ ഈ കഥ അദ്ദേഹം എഴുതി. പിന്നീട് 16 അധ്യായമുള്ള പുസ്തകത്തിൽ ഈ കഥ ചേർത്തത് 1ാമത്തെ കഥയാണ്. പുസ്തകത്തിൻ്റെ പേര് ഖലീഫ ഉമറിൻ്റെ പിന്മുറക്കാരെന്നാണ്. അഥവാ 14 നൂറ്റാണ്ടിന് ശേഷം പത്മനാഭനെപ്പോലെ മതവിശ്വാസിയല്ലാത്ത ഒരാളുടെ മനസ്സിൽ പോലും സദ്വികാരങ്ങൾ ഉണർത്തുന്ന അതിരുകളില്ലാത്ത സേവനമാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിന് സമൂഹത്തിൽ നൽകാനുള്ളത്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി അതിരുകളില്ലാത്ത ജനസേവനത്തെക്കുറിച്ച് പറഞ്ഞത്. ത്യാഗമാണ്. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഏതോ ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവവേദന കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യയെ പേറ്റുനോവെടുക്കാൻ പറഞ്ഞയച്ച ഖലീഫ. പിന്നെ പൊതുമുതലിൻ്റെ സത്യസന്ധമായ വിനിയോഗം. ഖലീഫ ഉമർ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നു. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, താങ്കൾ പ്രസംഗിക്കേണ്ടതില്ല, നിങ്ങൾ കേൾക്കുകയില്ല. ഖലീഫ ചോദിച്ചു, എന്താ കാരണം? ഒന്നുമല്ല, താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആ ഷർട്ട്? ഇന്നലെ ഞങ്ങളെപ്പോലെയുള്ള കഷ്ടമല്ലേ നിങ്ങൾക്കും കിട്ടാൻ അവകാശമുള്ളൂ. അതേസമയം നിങ്ങളിതാ നീണ്ട കുപ്പായം ധരിച്ചിരിക്കും. എവിടെ നിന്ന് കിട്ടി ഈ ഷർട്ട്? അപ്പോൾ ഖലീഫ ഉമർ പ്രകോപിതനായില്ല. മകനെ വിളിച്ചു, മോനെ കഥ പറയൂ എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, എനിക്കൊരു കഷ്ണം കിട്ടി, ഉപ്പാക്കൊരു കഷ്ണം കിട്ടി. ഉപ്പ ദീർഘകാലനായതുകൊണ്ട് എൻ്റെ കഷ്ണം ഞാൻ ഉപ്പാക്ക് കൊടുത്തു. അങ്ങനെയാണ് ആ ഷർട്ട് ധരിച്ചത്. അപ്പോൾ അത് പറഞ്ഞു, എങ്കിലും വിരോധമില്ല, താങ്കൾ പ്രസംഗിച്ചുള്ളൂ എന്ന്. അഥവാ പൊതുമുതലിൻ്റെ സത്യസന്ധമായ നീതിപൂർവമായ വിനിയോഗം. ജനങ്ങൾക്കിടയിൽ നീതിപൂർവമായ തീർപ്പ്. ഇതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഇന്ത്യയിൽ എന്താണ് ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിനിധാനം എന്താണ്? തീർച്ചയായും നമുക്കറിയാം, കേരളം ഇന്ത്യയൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് മദ്യമാണ്. കേരളീയ സമൂഹം അരിക്ക് ചെലവഴിക്കുന്നതിന് 4 ഇരട്ടിയാണ് മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ശരാശരി കേരളീയൻ 15 രൂപയുടെ പുസ്തകം വാങ്ങുമ്പോൾ കേരളത്തിലൊരു ശരാശരി കേരളീയൻ കുടിക്കുന്ന 2000 രൂപയുടെ മദ്യമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് സഹോദരിമാരുടെ കണ്ണീരിൽ കുതിർന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിശ്വാസത്തെ കലർന്നതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്ത് ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്നു, സർക്കാർ മദ്യം വിറ്റ് പണമുണ്ടാക്കുന്ന അവസ്ഥ അവസാനിക്കണം, മദ്യനിരോധം ഈ രാജ്യത്ത് നടപ്പാക്കണമെന്ന്. ഇത് മതതീവ്രവാദമാണോ? ഇത് മതരാഷ്ട്രവാദമാണോ? ഇത് ജനാധിപത്യ വിരുദ്ധമാണോ? ജമാഅത്ത് ഇസ്ലാമി വിമർശനം ആലോചിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ വരുന്ന തെമ്മാടികൾക്ക് ഇവിടുത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഈ രാജ്യത്തിലെ പെൺകുട്ടികളെ വ്യഭിചരിക്കാൻ കൊടുത്ത് അതിൻ്റെ നികുതി വാങ്ങി തിന്നുകയും തീറ്റുകയും ചെയ്യുന്ന ഭരണ സംവിധാനം ഇവിടെയുണ്ട്. കൽക്കത്തയിലെയും ബോംബെയിലെയും 10,000 പെൺകുട്ടികൾ തങ്ങളുടെ പച്ചമാംസം വിറ്റ് പണമുണ്ടാക്കുന്നു. ആ പണം നീതിയായി നമ്മുടെ രാജ്യം വാങ്ങി തിന്നുകയും തീറ്റുകയും ചെയ്യുന്നു. വേശ്യപ്പണം, വ്യഭിചാരപ്പണം തിന്ന അവസ്ഥ അവസാനിപ്പിക്കണമെന്നും വേശ്യവൃത്തി നിരോധിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെടുന്നു. ഇതാണോ മതതീവ്രവാദം, ജനാധിപത്യ വിരുദ്ധം? ഇതാണോ മതരാഷ്ട്രവാദം?
ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശനം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ പലിശ, നമുക്കൊക്കെ അറിയാം, പലിശ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധതയാണ്, ചൂഷണ വ്യവസ്ഥയാണ്. അതുകൊണ്ടല്ലേ കേരള ഗവൺമെൻറ് പോലും ഇപ്പോൾ പലിശരഹിതമായ ബാങ്കിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്? അതുകൊണ്ടല്ലേ ബോംബെയിലെ ഏറ്റവും വലിയ വ്യാപാര സംരംഭമായി പലിശരഹിത ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയത്? അമേരിക്കയിലെ സിറ്റി ബാങ്ക് ഉൾപ്പെടെ ലോകത്തിലെ 250ഓളം ബാങ്കുകൾ ഇപ്പോൾ പലിശരഹിത വിൻഡോകൾ തുറന്നിട്ടുണ്ട്. കാരണം പലിശ ഏറ്റവും വലിയ ചൂഷണോപാധിയാണ്. ജമാഅത്ത് ഇസ്ലാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പലിശരഹിതമായ ഒരു സമ്പദ്ഘടന ഈ രാജ്യത്ത് വരണമെന്ന്. എൻ്റെ മുസ്ലിം സഹോദരന്മാരെങ്കിലും ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ വില്ലേജ് ഓഫീസർ, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പരീക്ഷയുടെ കണക്കെഴുതാൻ ബാധ്യസ്ഥരാണ്. പരീക്ഷയുടെ കണക്കെഴുതുന്നവനെ അള്ളാഹു ശപിച്ചു എന്നല്ലേ നബി തിരുമേനി പറഞ്ഞത്? നരകാവകാശിയാണ് എന്നല്ലേ പറഞ്ഞത്? ഈ പരിശീലിതമായ വ്യവസ്ഥയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നതാണോ മതരാഷ്ട്രവാദം? അതാണോ ജനാധിപത്യ വിരുദ്ധത? ഇതിൻ്റെ പേരിലാണോ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നത്? ആലോചിക്കപ്പെടേണ്ട കാര്യമാണ്. പിന്നെ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്, അത് ശരിക്ക് മനുഷ്യവിരുദ്ധമാണ്, സാമ്രാജ്യത്വത്തിൻ്റെ സൃഷ്ടിയാണ്. അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസാണ്. ഇതിനേക്കാൾ വലിയ കള്ളമുണ്ടോ? നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കണം. 1ഉം 2ഉം ലോകയുദ്ധത്തെക്കുറിച്ച്, ലോകമഹായുദ്ധങ്ങളെന്ന് പഠിപ്പിക്കുന്നു. ഭീകരയുദ്ധങ്ങളില്ലേ അത്? അതോടൊപ്പം തന്നെ 4ാം ക്ലാസ്സിലെ കുട്ടികളെ പരീക്ഷയുടെ കണക്കെഴുതാൻ പഠിക്കാൻ ബാധ്യസ്ഥരാണ്, പരീക്ഷയ്ക്ക് എഴുതാൻ ബാധ്യസ്ഥരാണ്, അധ്യാപകർ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. മതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മതത്തെക്കുറിച്ച് ഭൗതിക വ്യാഖ്യാനം പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ പരീക്ഷ, ഈ വിദ്യാഭ്യാസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ കുട്ടികളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾ കുരങ്ങന്മാരുടെ പേരക്കുട്ടികളെന്നല്ലേ? 700 ഗ്രാം തലച്ചുള്ള ആൾക്കുരങ്ങുന്ന 300 ഗ്രാം കൂടി കുട്ടി അങ്ങനെ മനുഷ്യനായി മാറിയെന്നാണ്. അങ്ങനെ ഈ വിദ്യാഭ്യാസം മനുഷ്യവിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, മതവിരുദ്ധമാണ്. അത് മാറണമെന്ന് ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെയാണ് മതരാഷ്ട്രവാദമായി മാറുക? എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി മാറുക? എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ആദിവാസികളും ദലിതുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചായ്ക്കാൻ ഒരു ഇഞ്ച് ഭൂമിയില്ല. അതേസമയം ടാറ്റയെപ്പോലുള്ള ആളുകൾ 10,000 ഏക്കർ ഭൂമി ഈ രാജ്യത്തിൻ്റെ കൈയടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭൂമി കൈയടക്കി വെച്ച എല്ലാ കൊള്ളക്കാരിലും ആ ഭൂമി പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ ഭൂമിയില്ലാത്തവർക്ക് അത് വിതരണം ചെയ്യണമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. ഇതെങ്ങനെയാണ് മതമൗലികവാദമാകുക? ഇതെങ്ങനെയാണ് മതരാഷ്ട്രവാദമാകുക? എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി മാറുക? നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും ദരിദ്രരുടെ രാജ്യമാണ് ഇന്ത്യ. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് ദുബായിലെ ബുർജ് ഖലീഫയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളും റൂമുകളുമുള്ള ഇന്ത്യക്കാർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ അക്കൗണ്ട് ഉള്ളത് സ്വിസ് ബാങ്കിലാണ്. അവിടെ ഏറ്റവും കൂടുതൽ പണമുള്ളതെന്ന് മാത്രമല്ല, ലോകത്തിലെ മറ്റ് രാജ്യക്കാർക്കുള്ള എല്ലാ പണവും കൂടി കിട്ടിയാൽ ഇന്ത്യക്കാരുടെ അത്ര പണമില്ല. ഇന്ത്യക്കാരുടേതായി ലോകത്തിലെ 70 രാജ്യങ്ങളിലെ 80-ലേറെ സ്വകാര്യ നിക്ഷേപങ്ങളിലായി, ബാങ്കുകളിലായി 300 ലക്ഷം കോടി പണമുണ്ട് എന്നാണ്. അഴിമതിയിലൂടെ വളർത്തിയെടുത്ത പണം. ഈ അഴിമതിയുടെ ഈ രാജ്യത്തിൻ്റെ കവർന്നെടുക്കപ്പെട്ട പണം ഭരണകൂടം തിരിച്ചു വാങ്ങി ഇവിടുത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് പറയുന്നു. അത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്. കാരണം അത് പറയാത്തവൻ മതനിഷേധിയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം അനാഥകളുടെയും അഗതികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പറയാത്തവൻ, വാദിക്കാത്തവൻ മതനിഷേധിയാണ്, നരകാവകാശിയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആരാ നരകാവകാശി എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് 2 കുറ്റമാണ് എല്ലാം ചുരുക്കിയാൽ. ഒന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, മറ്റൊന്ന് അഗതിക്കയാൽ അന്നം പേരിപ്പിച്ചില്ല. ഈ രാജ്യത്തെ പരമദരിദ്രരായ മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് അവരുടെ സ്വത്തുക്കൾ കുന്നുകൂട്ടി വെച്ചത് പിടിച്ചെടുത്ത് അത് വിതരണം ചെയ്യണമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. ഇതാണോ മതരാഷ്ട്രവാദം? ഈ രാജ്യത്തുണ്ട ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇങ്ങനൊരു മാറ്റം വേണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾക്കറിയും, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വരുന്ന തലമുറയുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു. അത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് മതമൗലികവാദമാവുക? എങ്ങനെ മതരാഷ്ട്രവാദമാവുക? പിന്നെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവിടെ ന്യായമായ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായമായ നീതിപൂർവമായ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഇതാണ് ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും രാഷ്ട്രീയ പ്രതിനിധാനം. ഇത് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഒരു മതരാഷ്ട്രത്തിൻ്റേതല്ലത്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഭരണപരവുമായ ഈ മൂല്യങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഈ രാജ്യത്തെ നിരീശ്വരവാദിക്കും എല്ലാം അംഗീകരിക്കാൻ കഴിയുന്നവരാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റം, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയമായ മാറ്റത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, അവർക്കത് ബോധ്യപ്പെടുന്ന ദിവസം അവർ ഹിന്ദുക്കളായിക്കൊണ്ട് തന്നെ, ക്രിസ്ത്യാനികളായിക്കൊണ്ട് തന്നെ, മതമില്ലാത്തവരായിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ അംഗീകരിക്കും. മദീനയിലെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ലാതെ അവർ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചതുപോലെ, ഖലീഫ ഉമർ ഫാറൂഖിൻ്റെ കാലത്ത് മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ലാതെ അവർ ഇസ്ലാമിനെ അംഗീകരിച്ചതുപോലെ ഈ രാജ്യത്തെ ജനങ്ങളും അംഗീകരിക്കും. അത്തരമൊരു ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ പ്രതിദാനമാണ് ഈ രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത്, അതിനാണ് ശ്രമിക്കുന്നത്. ഇതാണോ മതരാഷ്ട്രവാദം? ഇതാണോ മതമൗലികവാദം? ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആലോചിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടാനുള്ളത്. ഷെയ്ഖ് സാഹിബേ, താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ മനോഹരമായ മാനുഷികമായ ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചത്.
പക്ഷേ നമുക്കറിയാം ഇന്ന് ഈ ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇസ്ലാം ചർച്ചാ വിഷയമാവുന്നത് ഭീകരതയുടെ പേരിലാണ്. ലോകത്ത് നടത്തുന്ന മുഴുവൻ ഭീകരതയുടെയും കാരണം ഇസ്ലാമാണ് എന്നും മുസ്ലിങ്ങളാണ് എന്നും പറയുകയും അതിൻ്റെ മാസ്റ്റർ ബ്രെയിന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദൂദിയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് മുസ്ലിം സംഘടനകൾ തന്നെ ഏറ്റുപിടിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മൗലാന മൗദൂദിയുടെ തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഈ മാസ്റ്റർ ബ്രെയിനാണെന്ന് പറയുന്നതിനെ കുറിച്ച് ഷെയ്ഖ് സാഹിബിൻ്റെ അഭിപ്രായം എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം നയിക്കുന്നത്, ആരാണ് ഭീകരവാദികൾ? നമുക്കൊക്കെ അറിയാം, നിരപരാധികളെ ഭീതി അകപ്പെടുത്തുക, നിരപരാധികളെ ഹിംസയിൽ നശിപ്പിക്കുക, ഹിംസയിൽ ഏർപ്പെടുക, ഇത് യഥാർത്ഥത്തിൽ ആരാണ് ചെയ്തത്? ഇന്നത്തെ പ്രചാരണം അനുസരിച്ച് ഇസ്ലാം മുസ്ലിങ്ങളുടെ പേരിലാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ഒന്നാം ലോക യുദ്ധമുണ്ടായി, 80 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് പങ്കുണ്ടോ? രണ്ടാം ലോക യുദ്ധമുണ്ടായി, 3 കോടി ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് പങ്കുമുണ്ടോ? ഹിറ്റ്ലർ മുസ്ലിമായിരുന്നു, മുസോളിനി മുസ്ലിമായിരുന്നു, ജർമ്മനി മുസ്ലിം രാജ്യമായിരുന്നു, ഇറ്റലി മുസ്ലിം രാജ്യമായിരുന്നു. യുദ്ധം അവസാനിച്ച ശേഷവും ഹിരോഷിമയിൽ നാഗസാക്കിയിലും ബോംബിട്ട് 5 ലക്ഷം നിരപരാധരായ മനുഷ്യരെ ക്രൂരമായി കൊന്നു. ഇസ്ലാമിക മുസ്ലിങ്ങൾക്കുള്ള പങ്കുണ്ടോ? വിയറ്റ്നാമിൽ അമേരിക്ക ഇടപെട്ടു, 30 ലക്ഷത്തിലേറെ ആളുകൾ കൊന്നു. ഇസ്ലാമിക മുസ്ലിങ്ങൾക്കുള്ള പങ്കുമുണ്ടോ? പനാമയിൽ, ഗോട്ടിമലയിൽ, നിക്കരാഗോയിൽ, ക്യൂബയിൽ, കംബൂച്ചയിൽ, എൽസാൽവഡോറിൽ, ചിലിയിൽ, ഹംഗറിയിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ, അങ്ങനെ ലോകത്തിലെ 70 രാജ്യങ്ങളിൽ കഴിഞ്ഞ 50 കൊല്ലത്തിനകം, അഥവാ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം മാത്രം അമേരിക്ക ഇടപെട്ട് 14 കോടി നിരപരാധരായ മനുഷ്യരെയാണ് കൊന്നത്. എന്നിട്ട് അവരാണ് ഇസ്ലാമിൻ്റെ മേൽ ഭീകരവാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഭീകരവാദികൾ? ചിലപ്പോൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട് ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും അപക്വരായ മുസ്ലിങ്ങൾ ചിലപ്പോൾ ചില ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോവുകയോ ചില സ്ഥലത്ത് ബോംബൊക്കെ ചെയ്യുന്നുണ്ടായേക്കാം. അത് തെറ്റായ നിലപാടാണ്, സംശയമേ ഇല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഭീകരവാദികൾ, സാമ്രാജ്യത്വമാണ് ഭീകരവാദം. ആ സാമ്രാജ്യത്വത്തെ പിന്തുണക്കുന്ന, അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ദേശീയ ഭരണകൂടങ്ങളാണ്. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ 36,000 വർഗീയലാപങ്ങൾ നടന്നു സ്വതന്ത്ര ഇന്ത്യയിൽ. അതിൽ 33,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അസ്ഹർ അലി എഞ്ചിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. ഈ 36,000 വർഗീയലാപങ്ങളിൽ 33,000 ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഒരൊറ്റ വർഗീയലാപത്തിൽ ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരനും പങ്കാളിയായിട്ടില്ല, ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരനും പ്രതി പോലുമായിട്ടില്ല. ഈ കൊല്ലപ്പെട്ട 33,000 ആളുകളിൽ ഒരാളുടെയും അമ്മ പറയില്ല എൻ്റെ മകനെ കൊന്ന ജമാഅത്തുകാരനാണെന്ന്. ഒരാളുടെയും മകൻ പറയില്ല എൻ്റെ അച്ഛനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഒരേ പെണ്ണും പറയില്ല എൻ്റെ ഭർത്താവിനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന എത്ര പേര് രാജ്യത്തുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. ഈ രാജ്യത്ത് ഒരൊറ്റ വർഗീയലാപത്തിനും ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരനും പങ്കാളിയായിട്ടില്ല. മഹദൂദ് സാഹിബിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാണ് തീവ്രവാദം ഉൾക്കൊള്ളുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പുസ്തകം വായിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അതവർ വായിക്കൽ പലരും നിർബന്ധമാണ്. അവർക്ക് ജമാഅത്ത് ഇസ്ലാമിലെ അംഗങ്ങളോ പ്രവർത്തനമോ ആകണമെങ്കിൽ വായിച്ചേ തീരും. ഈ പുസ്തകം വായിക്കുന്നവരെ തീവ്രവാദികളും ഭീകരവാദികളാവേണ്ടത്. ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരനും തീവ്രവാദിയോ ഭീകരവാദിയോ ആയതായി സ്വതന്ത്ര ഇന്ത്യയുടെ 60 കൊല്ലത്തെ ചരിത്രം ഇന്നോളം അനുഭവം ഉണ്ടായിട്ടില്ല. ഇതാണ് വസ്തുത. പിന്നെ 2005 മുതൽ ഇന്ത്യയിൽ ഏറ്റുമുട്ടലുകളുണ്ടായി, ബോംബ് സ്ഫോടനങ്ങളുണ്ടായി, അതുപോലെ ഭീകരാക്രമണങ്ങളുണ്ടായി. അന്ന് തന്നെ ജമാഅത്ത് ഇസ്ലാമി സത്യം വിളിച്ചു പറഞ്ഞു. ആരായിരുന്നു ഇതിന് പിന്നിൽ? ഒരക്രമമുണ്ടായാൽ, സ്ഫോടനമുണ്ടായാൽ ഉടനെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ പേര് പറയും. ചില മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യും. ഹുജി, ഇന്ത്യൻ മുജാഹിദീൻ, ലഷ്കർ-ഇ ത്വയ്യിബ, ഇങ്ങനെ പല പേരുകളും പറയും. അങ്ങനെ അവരുടെ കുറേ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യും. അന്ന് സത്യം മനസ്സിലാക്കിയ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരല്ല. പാർലമെൻറ്റ് ആക്രമണത്തെക്കുറിച്ച് എഴുതി ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുംബൈ കലാപം ഉണ്ടായി, മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. അതെല്ലാം തന്നെ സത്യം യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഹിന്ദുത്വ ഭീകരവാദികളാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകനായ റഷീദുദ്ദീൻ പുസ്തകമെഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. IPH കഫിയ പതപ്പിക്കുന്നത് ആര് എന്ന്, ഭീകരതയ്ക്ക് കഫിയ ഉറപ്പിക്കുന്ന ആര് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അന്നേ ഈ സത്യം ജമാഅത്ത് ഇസ്ലാമി തുറന്നു പറഞ്ഞു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സ്വാമി അസിമാനെന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മനപരിവർത്തനത്തിന് കാരണമായത് ഷെയ്ഖ്
അബ്ദുൽ കലീം എന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് സ്വാധീനിക്കപ്പെട്ട അസിമാൻ എന്ന സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സംജോത എക്സ്പ്രസ് സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, അജ്മീർ സ്ഫോടനം, മക്കാമച്ച് സ്ഫോടനം, ഇവയ്ക്കെല്ലാം കാരണക്കാർ ഈ രാജ്യത്തെ അഭിനവ ഭാരത് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടന, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, അതുപോലെ തന്നെ ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിത്, ഇങ്ങനെയുള്ള RSSൻ്റെയും അഭിനവ ഭാരതിൻ്റെ നേതാക്കളാണ് ഇന്ത്യയിലെ സ്ഫോടനങ്ങൾക്ക്, ഭീകരാക്രമണങ്ങൾക്ക് കാരണം. അതിപ്പോൾ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം എൻ്റെ മുസ്ലിം സഹോദരന്മാർ കേരളത്തിലെ ചില മുസ്ലിം സംഘടനകളിലെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു തീവ്രവാദവും മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. അതിന് മാസ്റ്റർ ബ്രെയിൻ മൗദൂദിയാണ്. പരലോകത്തുള്ള മൗദൂദി സാഹിബിനെക്കുറിച്ച് ഈ കള്ളം പറഞ്ഞ് ഇനി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക ഇവിടെ വെച്ച് സാധ്യമല്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ മേൽ ഈ വ്യാജാരോപണം ഉന്നയിച്ച ഇന്ത്യയിലെ 10,000-കണക്കിന് ചെറുപ്പക്കാർ ജയിലിൽ വെച്ച് കൊടും പീഡനം അനുഭവിച്ച് അസാധാരണമായ വിഷമം സഹിച്ചുകൊണ്ടിരിക്കെ ആ നിരപരാധായ ചെറുപ്പക്കാർ അവരോട് ഒരു ഇത്തിരിയെങ്കിലും മനുഷ്യസ്നേഹം തോന്നേണ്ടതായിരുന്നു. ആ മനുഷ്യസ്നേഹം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ മേൽ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. എന്തൊരു പീഡനമാണ് അവർ അനുഭവിച്ചത്. 100% നഗ്നരാക്കുക, എന്നിട്ട് കരണ്ട് കൊടുത്ത് ശരീരത്തെ പൊള്ളിക്കുക, അതുപോലെ 2-3 ലിറ്ററുള്ള വെള്ളം നിറച്ച ബോട്ടിൽ ജനനത്തിൽ കെട്ടി 24 മണിക്കൂർ നിർത്തുക, അതുപോലെ തന്നെ കെട്ടിത്തൂക്കി വലിയ ചമ്മട്ടിയിട്ട് അടിക്കുക, ഇഷ്ടിക സഞ്ചിയിൽ കെട്ടി ചാക്കിൽ കെട്ടടിക്കുക. ഈ കൊടും പീഡനം അനുഭവിച്ച 10,000-കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഇപ്പോഴും മക്കാമച്ചി സ്ഫോടനത്തിന് പേരിൽ, അജ്മീർ സ്ഫോടനത്തിന് പേരിൽ, സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിന് പേരിൽ ജയിലിൽ കിടക്കുന്ന നിരപരാധായ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ വിമർശിച്ചോളും, പക്ഷേ ആ നിരപരാധായ ചെറുപ്പക്കാരോട് ഈ ക്രൂരത കാണിക്കരുതേ എന്ന് പറയാൻ ജമാഅത്ത് ഇസ്ലാമി ബാധ്യസ്ഥമല്ലേ? ഇതാണ് യഥാർത്ഥ അവസ്ഥ. അതിനാൽ സെയ്ദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എവിടെയും തീവ്രവാദത്തിൻ്റെ ഭീകരത പറഞ്ഞില്ല. അദ്ദേഹത്തോട് പലപ്പോഴും ചോദിച്ചിരുന്നു, പ്രത്യേകിച്ച് 64 ചെറുപ്പക്കാർ ചോദിച്ചിരുന്നു ഗൂഢസംഘം പ്രവർത്തനത്തിനെക്കുറിച്ച്, ആയുധമെടുക്കുന്നതിനെക്കുറിച്ച്. അദ്ദേഹം ശക്തമായി വിലക്കിയിട്ടുണ്ട്. എപ്പോഴാണ് ആയുധമെടുക്കാൻ അനുവാദമെന്ന് അദ്ദേഹം ജിഹാദ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളൂ. അത് ഇസ്ലാമിക രാഷ്ട്രത്തിനാണ് അനുമതിയുള്ളത്. അതൊന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിനെ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാനാണ്, മറ്റൊന്ന് മൗലിക മനുഷ്യാവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതേസമയം ഇപ്പോൾ തീവ്രവാദം ആരോപിക്കപ്പെടുന്നത് ലോകതലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലല്ല, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പേരിലല്ല, മറിച്ച് അതിപ്പോൾ ആരോപിക്കപ്പെടുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളുടെ, അവരുടെ സെലഫികളുടെ പേരിലാണ് എന്ന കാര്യം അവരെന്തായിരുന്നാലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം കൂടി ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്, തീവ്രവാദപരമാണ്, ഭീകരപ്രവർത്തനങ്ങളുടേതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കടുത്ത പ്രകോപനമുണ്ടായിട്ടും സമാധാനത്തിൻ്റെ മാർഗം പിന്തുടരാത്ത, ജനാധിപത്യത്തിന് വേണ്ടി പൊരുതുന്ന ഈജിപ്തിലെ, ടുണീഷ്യയിലെ, യമനിലെ, അൾജീരിയയിലെ, അതുപോലെ ജോർഡാനിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുന്നു അവരുടെ ജനാധിപത്യ മൂല്യങ്ങളുള്ള പ്രതിബദ്ധത, സമാധാനത്തോടുള്ള പ്രതിബദ്ധത, അവരുടെ ഭീകര പ്രവർത്തനത്തോടുള്ള എതിർപ്പ്, തീവ്രവാദത്തോടുള്ള എതിർപ്പ് അവർ അനുഭവത്തിലൂടെ ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ മേൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ മേൽ ഈ കുറ്റം ആരോപിച്ചവർക്ക് നാണം കെട്ടിരിക്കുന്നു എന്നതാണ് നിലവിലുള്ള അവസ്ഥ. ഇനിയെങ്കിലും ഈ ആരോപണം ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേരെ ഉന്നയിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉന്നയിക്കരുതേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ശരി, നമുക്ക് വേറെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കുറേ പോയത്. സ്ത്രീകളുടെ ഇന്ന് വനിതാ സമ്മേളനം കേരളത്തിൽ വളരെ ശ്രദ്ധേയമായി കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തുകയുണ്ടായി. അപ്പോൾ സ്ത്രീകളുടെ പൊതുരംഗത്തുള്ള പ്രവേശനത്തെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്താണ്? മതസംഘടനകളിൽ പല അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അതിലെന്താണ് ജമാഅത്ത് ഇസ്ലാമി യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്നതിൽ ഇത്ര കൂടുതൽ താല്പര്യം കാണിക്കാൻ കാരണം? അതിൻ്റെ ഇസ്ലാമികമായ മാനം എന്താണ്? ഒന്ന്, വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രായോഗിക മാതൃക കാണിച്ചു തന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ കാലത്തും സഹാബികളുടെ കാലത്തും ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനവും അതിന് സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് 2 വശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വൈജ്ഞാനികമായ പ്രചരണം, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് യുദ്ധമേഖലയിൽ പ്രവർത്തനങ്ങൾ. വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും പങ്കാളികളാകുകയുണ്ടായി. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം 2000-ലേറെ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നതെല്ലാം നിവേദനം ചെയ്ത പുരുഷന്മാരല്ല, സ്ത്രീകളുമല്ല, സ്ത്രീകളും പുരുഷന്മാരുമാണ്. അത് ധാരാളം പുരുഷന്മാർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. 700 സ്ത്രീകൾ ഹദീസിന് നിവേദകരായിട്ടുണ്ട്. അതിനർത്ഥം ഇസ്ലാമിൻ്റെ വിജ്ഞാന പ്രചാരണത്തിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും പങ്കാളികളായി എന്നതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് പഠിച്ചത് ഒരു വനിതയിൽ നിന്നാണ് എന്ന് ചരിത്രത്തിലുണ്ട്.
അതിനാൽ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത്, ഇസ്ലാമിക വിജ്ഞാന പ്രചരണ രംഗത്ത് പുരുഷന്മാരെ പോലെ തന്നെ പൊതുജീവിതത്തിൽ സജീവമായ പങ്കുവഹിക്കുകയുണ്ടായി. ഖലീഫമാരുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവർ ശ്രദ്ധയപ്പെടുത്തുകയും തെറ്റിത്തിരുത്തുകയും ചെയ്തു. ഉമർ അതിൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമതായി യുദ്ധരംഗത്താണ് ഉണ്ടായത്. യുദ്ധരംഗത്ത് സ്ത്രീകൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. മഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സ്വലദാസമയെ സംരക്ഷിച്ച സ്ത്രീകളുണ്ട്. അതുപോലെ മുറിവേറ്റ പട്ടാളക്കാരായ മുസ്ലിം വിശ്വാസികളെ എടുത്തുകൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ച സ്ത്രീകളാണ്. സ്ത്രീകൾ ആയുധമെടുത്ത് ഖലീഫ ഉമറിൻ്റെ കാലത്ത് പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുപോലെ പുതിയ സൈന്യം വരുന്നുണ്ട് എന്ന് ശത്രുക്കളെ ധരിപ്പിക്കാൻ വേണ്ടി മൈസൂൺ യുദ്ധത്തിൽ സ്വന്തം തലയിലെ തലപ്പാവിൻ്റെ ഒരു ഭാഗം എടുത്ത് തങ്ങളുടെ തമ്പ് പറിച്ചെടുത്ത് അതിനെ കൊടിയായി കുത്തി വലിയ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഖബർ കുഴിച്ച് രക്തസാക്ഷികളെ മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊതുജീവിതത്തിൽ സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഇസ്ലാമിൻ്റെ സുവർണ്ണ ദശയിൽ. അതിൻ്റെ പിന്നാക്കാവസ്ഥയിലാണ് സ്ത്രീകളും മുന്നോട്ട് പോയത്. ഇപ്പോൾ ആധുനിക ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഖുർആനും പ്രവാചകരിയും സഹാബികളും അവർക്ക് നൽകിയിരുന്ന പദവി നൽകുകയും പൊതുജീവിതത്തിൽ അവർ നൽകിയിരുന്ന പങ്കാളിത്തം സ്ത്രീകൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് പതുക്കെങ്കിലും കേരളത്തിലെ ഇതര മുസ്ലിം സംഘടനകളുമൊക്കെ ആ ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്ന സന്തോഷകരമായ കാര്യമാണ്. കേരളത്തിൽ ആദ്യത്തെ ഇസ്ലാമിക വനിതാ സ്ഥാപനം ഉണ്ടാക്കി ജമാഅത്ത് ഇസ്ലാമിയാണ് ചന്ദമംഗലൂരിലെ മദ്രസത്തുൽ ബനാത്ത്. സ്ത്രീകൾക്ക് ആദ്യത്തെ സംഘടന ഉണ്ടാക്കി GIO ജമാഅത്ത് ഇസ്ലാമി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പത്രം ആരംഭിച്ചു ആരാമം. അതുപോലെ വലിയ സമ്മേളനത്തിൽ സ്ത്രീകൾ അഭിസംബോധന ചെയ്തു. 1969 മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ വനിതകൾ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അന്നൊക്കെ അതിനെ കുറ്റപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ധാരാളമായ രംഗങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി ജമാഅത്ത് ഇസ്ലാമിക്ക് അവകാശപ്പെടാൻ കഴിയും. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ വനിതയാണ്. അത് സംസ്ഥാന കൂടിയാലോചന സമിതിയിൽ പെണ്ണുണ്ട്. മാത്രമല്ല ദേശീയ കൗൺസിൽ മായിന്തകാൻ എന്ന് പറയുന്ന സെൻട്രൽ റെപ്രസെൻറ്റേറ്റീവ് കൗൺസിൽ സ്ത്രീകളുടെ അംഗസംഖ്യ അനുസരിച്ചുള്ള പ്രാതിനിധ്യം അവർക്ക് നിർബന്ധമായും ലഭിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആരാമം എന്ന വനിതാ മാസിക ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകളായ പെൺകുട്ടികൾ സ്വന്തമായി നടത്തുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിൽ പെൺകുട്ടികളാൽ നടത്തപ്പെടുന്ന ഏക വനിതാ മാസികയും ആരാമമായിരിക്കും. സ്ത്രീകളെ അവിധം അവരുടെ ബാധ്യത നിർവഹിക്കുവാൻ പ്രാപ്തരാക്കുകയും അവരെ വളർത്തിയുയർത്തിക്കൊണ്ടുവരികയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത്. അങ്ങനെ പൊതുജീവിതത്തിൽ അവർക്ക് നിർവഹിക്കാനുള്ള ധർമ്മം, വീടിൻ്റെയും കുടുംബത്തിൻ്റെയും സംരക്ഷണത്തോടൊപ്പം പൊതുജീവിതത്തിലും അവർക്ക് നിർവഹിക്കാനുള്ള ധർമ്മം നിർവഹിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. അതിൽ അവരെ പങ്കാളികൾക്കുമാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലികളിൽ മുമ്പ് അവിടെ ഇതിൻ്റെ പ്രവർത്തകരെ അതുപോലെ തന്നെ സർക്കാർ ജോലികളിൽ നിന്ന് വിമുഖത പ്രകടിപ്പിക്കുകയും അത് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നും ഇപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് കാണുന്നു. അത് വളരെ ഗുരുതരമായ താവൂത്തി സംഗതികളുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് വളരെ നിഷിദ്ധമാണെന്ന രീതിയിലായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. ഈ ആക്ഷേപത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് തൊഴിലുകളിൽ വ്യത്യസ്ത അവസ്ഥകളുണ്ട്. ജമാഅത്ത് ഇസ്ലാമി അതിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സ്വയം നിഷിദ്ധമായ തൊഴിലാണ്. ബീവറേജ് കോർപ്പറേഷനെ പോലുള്ള സ്ഥാപനങ്ങളുടെ തൊഴിൽ, പലിശയുമായി ബന്ധപ്പെട്ട ലോട്ടറിയുമായി ബന്ധപ്പെട്ട തൊഴിൽ, നിർബന്ധാവസ്ഥയിലല്ലാതെ അത്തരം തൊഴിൽ സ്വീകരിക്കരുത് എന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാടാണ്. കാരണം ഇസ്ലാം നിഷിദ്ധമാക്കിയതാണത്. പലിശയുമായി ബന്ധപ്പെട്ട് ലോട്ടറിയുമായി ബന്ധപ്പെട്ട സ്വയം നിഷിദ്ധമായ തൊഴിൽ അത് സ്വീകരിക്കരുത് നിർബന്ധാവസ്ഥയിലല്ലാതെ എന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. രണ്ടാമത്തേത് സാധാരണ സർക്കാർ ഉദ്യോഗങ്ങളാണ്. അധ്യാപന ജോലി, അതുപോലെ വില്ലേജ് ഓഫീസർ ജോലി തുടങ്ങിയുള്ള ഉദ്യോഗങ്ങളാണ്. ഇതിന് 2 വശമുണ്ട്. അത് രണ്ടും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, അധ്യാപകനാണ് വിചാരിക്കാം. അധ്യാപകനാണെങ്കിൽ കണക്കധ്യാപകനാണെങ്കിൽ കൂട്ടുപരീക്ഷയുടെ കണക്ക് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. വരുന്ന തലമുറയുടെ പരീക്ഷ കണക്ക് പഠിപ്പിക്കുന്നത് മൗലികമായി തെറ്റല്ലേ? അതേസമയം പരിണാമസിദ്ധാന്തം പഠിപ്പിക്കാതെ സയൻസ് അധ്യാപനം മുന്നോട്ട് പോകാൻ പറ്റില്ല. മതത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനം പഠിപ്പിക്കാതെ സാമൂഹ്യശാസ്ത്ര അധ്യാപനം മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ ചരിത്രാധ്യാപനം ഒരുപാട് കള്ളം പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ഇതൊരുപാട് സംഭവങ്ങൾ അധ്യാപനം എന്ന് സാധാരണഗതിയിൽ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നിരുപദ്രവമെന്ന് കരുതുന്ന ജോലിയിൽ പോലും ഇങ്ങനൊരു വശമുണ്ട്. അതേസമയം അതിന് മറുവശമുണ്ട്. അതെന്താ വെച്ചാൽ പരീക്ഷയുടെ കണക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ അത് ചൂഷണ വ്യവസ്ഥയാണെന്ന് പറയാം. ചരിത്രം തെറ്റായി പഠിപ്പിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ മറുവശം പറയാം. അപ്പോൾ അധ്യാപകരെന്ന നിലയിൽ ഈ 2 കാര്യവും അവർക്ക് നിർവഹിക്കാം. അതുകൊണ്ട് ഈ തൊഴിലുകളിലെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം ആ തൊഴിലെടുക്കുന്നതിൽ ഒരിക്കലും വിലക്കിയില്ല. ജമാഅത്ത് ഇസ്ലാമി ഒരൊറ്റ ഇത്തരം സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരുടെ അഥവാ ഇത്തരം സാധാരണ ജോലികളിൽ നിന്ന് ഒരൊറ്റ അതിൻ്റെ പ്രവർത്തകരെയും ജമാഅത്ത് ഇസ്ലാമി വിലക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 1950 മുതൽ തന്നെ
സർക്കാർ ഉദ്യോഗങ്ങളിൽ ജോലി ചെയ്യുന്ന ജമാഅത്ത് അംഗങ്ങളായ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. മൂന്നാമത്തേത് കുഞ്ചിക സ്ഥാനമാണ്. കുഞ്ചിക സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അപ്പാടെ നടപ്പാക്കുന്നതിൻ്റെ കേന്ദ്ര സ്ഥാനം വഹിക്കുന്ന പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ്. അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ അപ്പുറം വിധിക്കാനായാൽ ചിലപ്പോൾ നിർബന്ധിതരാകും. അങ്ങനെയുള്ള ചില കുഞ്ചിക സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർക്ക് എടുക്കാം, പക്ഷേ അംഗങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞു. അതൊരു അസീമത്തിൻ്റെ മാർഗ്ഗമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് മൻസൂർ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഏറ്റെടുത്തില്ല. അദ്ദേഹം അതിന് കാരണം പറഞ്ഞു, എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് താങ്കളുടെ തെറ്റായ നിലപാടിന് മറയാക്കാനാണ് ശ്രമിക്കുന്നത്, അതൊരിക്കലും ഞാൻ വഴങ്ങുകയില്ല. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുത്തില്ല. അദ്ദേഹത്തെ ജയിലടച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹിയോട് ഇതേ ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹം അത് ഏറ്റെടുത്തു. അപ്പോൾ ആളുകൾ ചോദിച്ചു, താങ്കളെക്കാൾ വലിയ പണ്ഡിതനായ അബൂ ഹനീഫ ഏറ്റെടുക്കാത്ത ഈ ജോലി എന്താ താങ്കൾ ഏറ്റെടുക്കാൻ കാരണം? അപ്പോൾ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തില്ലെങ്കിൽ എന്നെക്കാൾ കൊള്ളരുതാത്തവർ ചീഫ് ജസ്റ്റിസായി മാറും, ഖാദിൽ ഖുദാത്തായി മാറും. അത് ഇസ്ലാമും മുസ്ലിങ്ങൾക്കും ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. ഇജ്തിഹാദിയാണ് പ്രശ്നം. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ കുഞ്ചിക സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അവസ്ഥകൾ മാറുമ്പോൾ അത് ഏറ്റെടുത്തേക്കാം. ഇതിനൊരു പുതുമയുള്ള കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ്സുകാരനും അതുപോലെ തന്നെ ലീഗുകാരനും മാർക്സിസ്റ്റുകാരനും ഒരിക്കലും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ സാധ്യമല്ല. കാരണം നിയമപരമായി വിലക്കുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങളും കുഞ്ചിക സ്ഥാനം ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ട് അത് ഏറ്റെടുക്കരുതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇതൊരിക്കലും മുസ്ലിം സമൂഹത്തെ പ്രകോപിച്ച് നയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ശരി, നമുക്ക് നമ്മളെ സംഭാഷണം അവസാന തലങ്ങളിലേക്ക് കടക്കുകയാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം. കേരളത്തിൽ ഉൽപ്പത്തിഷ്ണു വിഭാഗങ്ങളായിട്ടാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദ് വിഭാഗത്തെയൊക്കെ മനസ്സിലാക്കിയിരുന്നത്. മുജാഹിദ് വിഭാഗം കുറേ കാലങ്ങളായിട്ട് യാഥാസ്ഥിക വിഭാഗത്തിനെതിരായിരുന്നു അവരുടെ മുഖ്യ മുന. പക്ഷെ ഇപ്പോൾ മുജാഹിദ് വിഭാഗത്തിൻ്റെ പ്രധാന ഒരു എതിരാളികളായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സ്വീകരിക്കാൻ കാരണം എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഇവിടെ ആ സംഭവം വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ദുഃഖം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി എനിക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. എൻ്റെ പരിമിതമായ അറിവനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രവർത്തനം നടക്കുന്ന പ്രദേശമാണ് കേരളം. ഇവിടെ 10,000-കണക്കിന് മദ്രസകളുണ്ട്, ധാരാളം പള്ളികളുണ്ട്, ധാരാളം മതസംഘടനകളുണ്ട്. അവയുടെ യോഗങ്ങൾ ധാരാളമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ വാദ പരമ്പരകൾ നടക്കുന്നു. ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട്, വിവാദങ്ങൾ നടക്കുന്നു. ഇങ്ങനെയെല്ലാമായിട്ടും എന്തുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ പത്രം കിട്ടുമ്പോൾ കുറ്റവാളികളുടെ പേരുകളുടെ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെയും ധാരാളം ചെറുപ്പക്കാർ അതിലുൾപ്പെടുന്നത്? മതവിദ്യാഭ്യാസമുണ്ട്, ധാരാളം മതഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, മതപ്രവർത്തനം നടക്കുന്നുണ്ട്, അതിനായി കോടിക്കോടി രൂപകൾ ചെലവഴിക്കുന്നുണ്ട്. ഇത്രയേറെ ഇസ്ലാമിക പ്രവർത്തനം, മതപ്രവർത്തനം നടന്ന ശേഷവും എന്തുകൊണ്ട് ഒരു തലമുറ ഇങ്ങനെ കുറ്റവാളികളായി? ഈ ചോദ്യം ഞാൻ പലപ്പോഴും എൻ്റെ ഹൈന്ദവ സഹോദരന്മാരിൽ നിന്ന്, ക്രൈസ്തവ സഹോദരന്മാരിൽ നിന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ ഈ ചോദ്യം എന്നോട് ഉന്നയിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ടൗണിലുള്ള പേടിയെ തൂങ്ങിക്കിടക്കുന്ന ആ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളൊന്ന് വാങ്ങിക്കൊണ്ടുപോവുക, വീട്ടിൽ കൊണ്ടുപോയി ക്ഷമാപൂർവ്വം വായിക്കുക. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും, അവയിൽ നന്ന ചുരുങ്ങിയ 50% മറ്റ് മുസ്ലിം സംഘടനകളെ ആക്ഷേപിക്കാനും അവരുടെ കുറ്റങ്ങളും കുറവും പറയാനുമായിരിക്കും അവർ ചെലവഴിച്ചിട്ടുണ്ടാവുക. സ്വന്തം മണികളെ സംസ്കരിക്കാൻ വേണ്ടി അതിൽ കാര്യമായ ഒന്നും ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മതപ്രസംഗങ്ങളും മതസംഘടനകളുടെ സമ്മേളനങ്ങളും ഇവിടെ നടക്കുന്ന LCD പ്രദർശനങ്ങളും ഇവിടെ നടത്തുന്ന പ്രസിദ്ധീകരണങ്ങളും അവരുടെ മഹാഭൂരിപക്ഷവും തങ്ങളുടെ അണികളെ നന്നാക്കാനല്ല. അവർ നരകത്ത് പോകുന്നതിന് ഇവിടെ ഒരു മതസംഘടനക്കും ബേജാറില്ല, ഒരു മത നേതാവിനും മതപണ്ഡിതനും ബേജാറില്ല. അന്യരായ ആളുകൾ നരകത്ത് പോകുന്നതിനും അവർ ഒഴിപ്പിക്കുന്ന പഠിച്ചതിലുമാണ് ആർക്കും ബേജാർ. അതുകൊണ്ട് മറ്റ് സംഘടനകളെ ആക്ഷേപിക്കാനും വിമർശിക്കാനും ശകാരിക്കാനുമാണ് സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ 10-60 കൊല്ലമായി കേരളത്തിലെ യാഥാസ്ഥിക വിഭാഗവും ഉൽപ്പതിഷ്ണു വിഭാഗങ്ങളും അറിയപ്പെടുന്നവർ ഇതേ പണിയിലാണ് ഏർപ്പെട്ടത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ഈ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം ജമാഅത്ത് ഇസ്ലാമി ചില വിശദീകരണം നടത്തി. ഇവിടെ 2 കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത് അത്ഭുതമില്ല. കാരണം കേരളത്തിലെ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ 2ആയി പിളർന്നു. പിളർന്ന ശേഷം അവർ പരസ്പരം നടത്തിയ പ്രത്യാരോപണങ്ങൾ എത്ര ഗുരുതരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൂട്ടർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മറ്റേ വിഭാഗം അവരുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ
കള്ള് വിതരണം ചെയ്തു, കള്ളും കുപ്പിയായിരുന്നു പിറ്റേന്ന് രാവിലെ ഉണ്ടായിരുന്നത് എന്ന് വരെ എഴുതുകയുണ്ടായി. മറ്റൊരു വിഭാഗം മറുസംഘടനയുടെ സംസ്ഥാന നേതാക്കൾക്കെതിരെ അവർ ഞങ്ങളുടെ ഓഫീസ് കയ്യേറാമെന്നു എന്ന് വ്യാജമായ കേസ് കൊടുത്തു. ഇന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ, തെറിപ്രസംഗം ഇൻ്റർനെറ്റ് തുറന്ന് അതിൽ യൂട്യൂബ് തുറന്ന് തെറിപ്രസംഗം എന്നടിച്ചാൽ വരിക നിർഭാഗ്യവശാൽ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ പരസ്പരം നടത്തിയ ഏറ്റവും വൃത്തികെട്ട വർത്തമാനങ്ങളാണ്. എൻ്റെ മകൻ യൂട്യൂബിൽ നിന്ന് ഇത് പകർത്തി അവൻ്റെ മൊബൈലെടുത്തു. ഞാൻ പറഞ്ഞു, മോനെ അതൊരിക്കലും കേൾക്കരുത്, കാത് പുഴുത്തു പോകും. കാരണം അത്ര വൃത്തികെട്ട പദപ്രയോഗങ്ങളാണ് മുജാഹിദ് സുഹൃത്തുക്കൾ അവർ പരസ്പരം ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജമാഅത്ത് ഇസ്ലാമിയും സെൽഫി പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണ്? യഥാർത്ഥത്തിൽ ലോകത്തിലെ പല തലങ്ങളിലും സെൽഫി പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. കുവൈത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്, ബഹ്റൈനിൽ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി കൂടി മുഖ്യ പങ്കാളിത്തമുള്ള അവിടുത്തെ രാഷ്ട്രീയ മുന്നണിയിൽ അവിടുത്തെ സെൽഫികളുണ്ട്. ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന 3 ദേശീയ ബോഡികളുണ്ട്. അതിലൊന്ന് മുസ്ലിം മജ്ലിസ് മുഷാവറയാണ്. അതിൽ കേരളത്തിലെ 2 വിഭാഗം മുജാഹിദുകളുടെയും അഖിലേന്ത്യാ നേതാക്കൾ പങ്കാളികളാണ്. മറ്റൊന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്. അതിൽ തീർച്ചയായും കേരളത്തിലെ 2 മുജാഹിദ് സംഘടനകളുടെയും അഖിലേന്ത്യാ നേതാക്കൾ അതിൽ പങ്കാളികളാണ്. പിന്നെ മറ്റൊന്നുള്ളത് ബാബരി മസ്ജിദ് കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അതിലും കേരളത്തിലെ 2 മുജാഹിദ് സംഘടനയും ദേശീയ നേതാക്കൾ പങ്കാളികളാണ്. അവ ജമാഅത്ത് ഇസ്ലാമിയുമായി പൂർണ്ണസമമായി സഹകരിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ സെലഫികളായ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ അംഗങ്ങളുടെ സമ്മേളനം നടന്നീട്. ആ സമ്മേളനത്തിൽ ഇവിടുത്തെ ഔദ്യോഗിക മുജാഹിദ് വിഭാഗത്തിൻ്റെ ദേശീയ നേതാവ് എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥമായ ഇസ്ലാമിക പ്രവർത്തനങ്ങളെന്നും അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ സമ്മേളനത്തെ പ്രസംഗിച്ചത്. എന്നാൽ കേരളത്തിലെ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ഇപ്പോഴല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ കാലം മുതൽ തന്നെ അതിനെ എതിർക്കുക എന്നതിന് നയപരിപാടികൾ മുഖ്യമായി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിന് കാരണം അവിടെ രാഷ്ട്രീയമായ നിലപാടാണ്. ഇവിടെ അവർ മുസ്ലിം ലീഗിൻ്റെ കുടക്ക് കീഴിലാണുള്ളത്. ലീഗിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഇന്നോളം ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടേയിരുന്നിട്ടുള്ളത്. അല്ല എങ്കിൽ ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യാതിരുന്നപ്പോൾ അത് വോട്ട് ചെയ്തില്ല, കമ്മ്യൂണിസ്റ്റുകാരെ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി വിമർശിച്ചു. അതേ ആളുകൾ തന്നെ 1967 കേവലം 7 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് സുഹൃത്തുക്കളുടെ നയനിലപാടുകൾ സ്വീകരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുള്ള മുജാഹിദ് സുഹൃത്തുക്കളുടെ നയനിലപാടുകൾ സ്വീകരിക്കുന്നത് അവരുടെ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല, മുസ്ലിം ലീഗിൻ്റെ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഇക്കാര്യം തിരിച്ചറിയണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുവാനുള്ളത്. ശരി ഷെയ്ഖ് സാഹിബ്, നമുക്ക് ഈ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കാം. അവസാനമായി നമ്മുടെ ഈ പ്രേക്ഷകരോട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ചുരുക്കി പറയും. ജമാഅത്ത് ഇസ്ലാമി ഒരു പുതിയ സംഘടനയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരും അവിടെ പാത പിന്തുടർന്ന പരിഷ്കർത്താക്കളും നവോദ്ധാരകന്മാരും ഇവിടെ നിർവഹിച്ച അതേ ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഏറ്റെടുത്ത് നടത്തുക മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത്. കാലത്തിൻ്റെയും നാട്ടിൻ്റെയും സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ടുള്ള നയനിലപാടുകൾ സ്വീകരിക്കുന്നു. അതിൻ്റെ ആദർശം, അതിൻ്റെ ലക്ഷ്യം എല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നയപരിപാടികൾ അവയുടെ വെളിച്ചത്തിൽ, ഖുർആൻ്റെയും പ്രവാചകരുടെയും വെളിച്ചത്തിൽ ഈ നാടിൻ്റെ സാഹചര്യങ്ങൾക്കനുസൃതമായി രൂപീകരിച്ചതാണ്. വളരെ സമാധാനപരമായാണ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യപരമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാ ജനസമൂഹങ്ങളെയും അത് മുന്നിൽ കാണുന്നു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൗത്യം ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത് ഏറ്റെടുത്ത് നടത്തുകയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എന്ത് നിർവഹിക്കുന്നു എന്ന് അതിൻ്റെ പ്രവർത്തകന്മാരിലൂടെ, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നിങ്ങൾ മനസ്സാക്കണം എന്നതാണ്. നിങ്ങൾ അനുഭവിച്ചറിയുക ഈ പ്രസ്ഥാനത്തെ. എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഈ പ്രസ്ഥാനം നിങ്ങൾ അനുഭവിച്ചറിയുന്നുവെങ്കിൽ അതുമായി സഹകരിക്കാതിരിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കാല ചരിത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്താണ് ചെയ്തതെന്നും ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സൂക്ഷ്മമായി പഠിച്ചും പരിശോധിച്ചുമുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്നും നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഈ സംഘടനയുടെ അകത്ത് വന്ന് അതിൽ ഉൾച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിന് സാധ്യമല്ല, അതിന് അനുഭാവികളായാണ് സാധിക്കുന്നവർക്ക് അതിന് അനുഭാവികളായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനും സാധ്യമല്ല, സഹകാരികളാവാനാണ് സാധിക്കുന്നതെങ്കിൽ അതിൽ സഹകാരികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനും സന്നദ്ധമാവുന്നില്ല, അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ
അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ, അതിന് ജനസേവന പ്രവർത്തനത്തിൽ ഏതിലാണോ നിങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുക ആ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കുക. താവനു അലൽ ബിരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. താവനു അലൽ ബിരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെയും സൂക്ഷ്മതയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയുടെയും അതുപോലെ തന്നെ പാപത്തിൻ്റെയും കാര്യത്തിൽ സഹകരിക്കാതിരിക്കുക. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനം പ്രതീക്ഷിക്കുന്നു, ആവശ്യപ്പെടുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, തുണക്കുമാറാവട്ടെ. നമുക്ക് ഏവർക്കും ശാന്തമായ മനസ്സും വിശുദ്ധമായ വ്യക്തിജീവിതവും ആരോഗ്യമുള്ള ശരീരവും ഭദ്രമായ കുടുംബജീവിതവും സമാധാനമുള്ള സമൂഹവും ക്ഷേമമുള്ള രാഷ്ട്രവും പ്രശാന്തമായ ലോകവും സർവോപരി അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, തുണക്കുമാറാവട്ടെ. റബ്ബന ആത്തിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.